കേരള PSCയുടെ HSA സോഷ്യൽ സയൻസ് ടീച്ചർ വേക്കൻസീസിനുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 4 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു തുടങ്ങേണ്ട സമയം ആയിക്കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഇപ്പോൾ അപ്ലൈ ചെയ്യാണ്. അതുകൊണ്ട് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടെ തന്നെ നമുക്ക് അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയം ഓൾറെഡി നമ്മൾ പഠിച്ച് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. ജൂൺ 4 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങേണ്ട സമയമായി. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടതല്ലേ. അപ്പോൾ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിലബസ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഓക്കെ, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫെയർസ്. അതിന് വേണ്ടിയിട്ട് 15 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 15 മാർക്കിന് ചോദിക്കുന്നത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഓക്കെ, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കേരള റിനൈസൻസ് എന്നുള്ളത് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് രണ്ടും പഠിക്കുക. ഓക്കെ, ദെൻ ജനറൽ നോളജ്. ഓക്കെ, ജനറൽ നോളജ് GK പാർട്ട് പഠിക്കുക, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർമലായിട്ട് GKയും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നോർമലായിട്ട് PSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന അതേ പോർഷൻസ് തന്നെ കവർ ചെയ്യുക. ഓക്കെ, 15 മാർക്കാണ് അത്രയും വരുന്നത്. ഇനി അടുത്തത് പാർട്ട് 2 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. അത് BEdൽ നിന്നുമുള്ള പേപ്പറാണ്. ഓക്കെ, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്, അത് 5 മാർക്സിനാണ്. 5 മാർക്കിനാണ് പാർട്ട് 2 ചോദിക്കുന്നത്. ഓക്കെ, എല്ലാം BEd റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്, പെഡഗോജിയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പാർട്ട് 3 ആണ്. പാർട്ട് 3യിലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 1. ഓക്കെ, ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ മൊഡ്യൂൾ 1ൽ വരുന്നത് ഡെഫിനേഷൻസ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, ഡെഫിനേഷൻസ് ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, മെസോപ്പൊട്ടാമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻ പോലുള്ള സിവിലൈസേഷൻസ് ഉണ്ട്. ദെൻ ഗ്രീക്കോ സിവിലൈസേഷൻ, ദെൻ റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോഡേൺ റെവല്യൂഷൻസ് വരുന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ്, വേൾഡ് വാർസ്. ഓക്കെ, 2 വേൾഡ് വാറുകൾ. പിന്നെ അത്രയാണ് മൊഡ്യൂൾ 1ലുള്ളത്. അതിനുശേഷം മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ വേദിക് ഏജ്, ജൈനിസം, ബുദ്ധിസം, മൗര്യാസ്, ഗുപ്താസ് പോലുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ഏരിയാസ് ആണ് വരുന്നത്. അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ്, ദെൻ സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി. ഓക്കെ, അപ്പം ഇതേ കാര്യമാണ് ഇന്ത്യൻ ഹിസ്റ്ററി പ്ലസ് കേരള ഹിസ്റ്ററി രണ്ടും കൂടെ വരുന്നുണ്ട് മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ. സംഘം ഏജ് വരുന്നു. ഓക്കെ, മോഡേൺ ട്രാവൻകൂർ ഹിസ്റ്ററി, കേരള റിനൈസൻസ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റിലുള്ള കാര്യങ്ങൾ. ഇനി അതുപോലെ മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ എക്കണോമിക് തിയറി, ബാങ്കിങ്, ടൂൾസ് ഓഫ് അനാലിസിസ്. ഓക്കെ, എക്കണോമിക് തിയറി വരുന്നു, ബാങ്കിങ് ഉണ്ട്, ടൂൾസ് ഓഫ് അനാലിസിസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് അടുത്തത്. ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് എക്കണോമി. ഓക്കെ, എക്കണോമീസിൻ്റെ ഓരോ ഇഷ്യൂസ്. ദെൻ പ്രൊഡക്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ്. ഓക്കെ, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ്, ഡിസ്പെർഷൻ, സിമ്പിൾ കോറിലേഷൻ, എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു പേപ്പറാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഇക്കോണമി, ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ്, പബ്ലിക് ഫൈനാൻസ് ആൻഡ് കേരള എക്കോണമി. ഓക്കെ, കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ എക്കോണമിയുടെ ഓവർവ്യൂ. ഓക്കെ, പോവർട്ടി, ഇൻഇക്വാലിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങൾ. പിന്നെന്താണ് കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ മീനിങ്, ഇമ്പോർട്ടൻസ്, അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പറാണ്. അതുപോലെ മേജർ കോൺസെപ്റ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, സോവറൈനിറ്റി. ഓക്കെ, പിന്നെ പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഫെഡറലിസം, റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റംസ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം പോലുള്ള പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 വരുന്നത്. ഇനി മൊഡ്യൂൾ 6ലേക്ക് വരുമ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, ഓർഗനൈസേഷൻസ്, ഡിപ്ലോമസി, ഫോറിൻ പോളിസി പോലുള്ള കാര്യങ്ങൾ. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, ബ്യൂറോക്രസി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് മാനേജ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ഇനി പൊളിറ്റിക്കൽ തിങ്കേഴ്സ് വരുന്നുണ്ട്, പ്ലേറ്റോ, GS മിൽ, അരിസ്റ്റോട്ടിൽ, റൂസോ, മാർക്സ്, ഗ്രാംഷി ആൻഡ് ഗാന്ധിജി. ഓക്കെ, ഇവരുടെ എല്ലാവരുടെയും മേജർ കോൺട്രിബ്യൂഷൻസ്. ദെൻ അടുത്തത് മൊഡ്യൂൾ 7. മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയാണ് വരുന്നത്. ഓക്കെ, ഫിസിക്കൽ ജോഗ്രഫി, സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ്, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, ടൈം സീസൺസ് പോലുള്ള ബേസിക് ആയിട്ടുള്ള ജോഗ്രഫി കാര്യങ്ങൾ, വെതറിങ്, ഇറോഷൻ പോലുള്ള കാര്യങ്ങൾ. ദെൻ ഫ്ലോവിയൽ ഗ്ലേഷ്യൽ, ലാൻഡ് ഫോംസ് വരുന്നു. ദെൻ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ പോലുള്ള കാര്യങ്ങൾ. ഓക്കെ,
ഇനി മൊഡ്യൂൾ 8 വരുമ്പോൾ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. ഓക്കെ, ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയാണ് വരുന്നത്. അതായത് വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഡ്രെയിനേജ് സിസ്റ്റം, ക്ലൈമറ്റ്, സോയിൽ. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 8 വരുമ്പോൾ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിലബസിലുള്ളത് ഫ്രം ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ, ജോഗ്രഫി ഓഫ് കേരള. ഓക്കെ, അപ്പം കേരള റിലേറ്റഡ് ആയിട്ടും ഇന്ത്യ റിലേറ്റഡ് ആയിട്ടും രണ്ട് രീതിയിലും കൂടെ ബ്ലെൻഡ് ആയിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ B.Edന്റെ സ്പെഷ്യൽ ടോപ്പിക്സും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ സബ് ടോപ്പിക്സും പ്രത്യേകം നോട്ട് ചെയ്യുക, ഓരോ സബ് ടോപ്പിക്സിനും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമം ഫാക്റ്റുകൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഓരോ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളെ പ്രത്യേകം പഠിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം HSA സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന് പറയുമ്പോൾ ധാരാളം പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ജോലിയാണ്. ഓക്കെ, പ്രൊമോഷൻ സാധ്യതകൾ ധാരാളമാണ്. ഇവിടെ നിന്ന് ഹൈസ്കൂൾ ടീച്ചർ, ഹയർ സെക്കൻഡറി ടീച്ചർ മുതൽ AEO വരെ ഹയർ ഡിപ്പാർട്ട്മെൻറ്റിൽ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹയർ പോസ്റ്റ് വരെയൊക്കെ എത്താനുള്ള പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ജോലി കൂടിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കി തന്നെ പഠിക്കുക. ഓക്കെ, ആദ്യം കയറുന്നത് സോഷ്യൽ സയൻസ് ടീച്ചർ എന്നുള്ള ഹൈസ്കൂൾ ലെവലിലാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ ഉള്ളതാണ്. പിന്നീട് AEO വരെ, AEOയ്ക്കും മുകളിലുള്ള പോസ്റ്റ് വരെ എത്താനുള്ള പ്രൊമോഷൻ സാധ്യതകളെല്ലാം ഉള്ളൊരു ജോലിയാണ് HSC സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ജൂൺ 4 നിങ്ങൾക്ക് അവസാന തീയതി അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഓക്കെ, കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം B.Ed ഉള്ളവരാണെങ്കിൽ B.Ed കേറ്ററ്റ് 3rd കാറ്റഗറി കേറ്ററ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും HSA സോഷ്യൽ സയൻസ് ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് നല്ലൊരു അവസരമായിട്ട് തന്നെ കണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ജൂൺ വരെ ഡേറ്റ് ഉണ്ടെങ്കിലും അതുവരെ നിൽക്കണ്ട. എത്രയും നേരത്തെ അപ്ലൈ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. എത്രയും നേരത്തെ അപ്ലൈ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഓൾറെഡി തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോട്ടെ. തുടങ്ങാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടെ തന്നെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഇതുപോലുള്ള മറ്റുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക്